ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുക്കിംഗ് വീഡിയോ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആറ്റിൻ്റെ അവിടെ വെച്ചിട്ടാണ് ചെയ്തത്. ഇപ്പം നമ്മളെ വീടിൻ്റെ ഗാർഡനിൽ വെച്ച് ചെയ്യുക. ഇന്ന് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടില്ല, ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം വന്നവർ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവാം. പിള്ളേഴ്സ് എല്ലാവരും ഉണ്ട്, കുട്ടി പട്ടാളങ്ങൾ എല്ലാവരും ഉണ്ട്. ബൈ ഗൈസ്. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, നാരങ്ങ, ശരിക്കാമേ നമുക്ക് ഇടാം. ആ സൗണ്ട് ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇന്നൊരിതുണ്ട്, നമ്മൾ ഹോട്ടലിലേക്കകത്താണ് ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. എണ്ണ ഒഴിച്ച് ലൈറ്റ് സെറ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് എന്താ വേണമെന്ന് ഇങ്ങ് വരുന്നുണ്ട്. എന്തോത്തിന്റെ കാല് വേണം? ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് ചിക്കനുള്ള മസാല റെഡിയാക്കാം. ഗ്രേവി ഉള്ള അതിനകത്ത് നമ്മൾ ഈ വറുത്ത് വെച്ച സവാള പകുതി കൂടുതൽ എടുക്കാം. ഇത് അരച്ചെടുക്കും. പകുതി നമുക്ക് മുകളിൽ ഇടാനായിട്ട് എടുക്കാം. അതിലോട്ട് 7 പച്ചമുളക്, ഇവിടെ കാശ്മീരി മുളക് പൊടി ഒരു 2 സ്പൂണോളം ഇടാം. സ്വല്പം ഗരം മസാല. ഇത് നമുക്ക് നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് ജസ്റ്റ് ഇത് ചെയ്തിട്ട് നല്ല വെള്ളം ഒഴിച്ച് നല്ല അടിപൊളി പേസ്റ്റ് ആക്കണം. എന്നാൽ പേസ്റ്റ് ആയിക്കൊണ്ട് വരണം. നമ്മൾ ചിക്കനുള്ള മസാല റെഡിയാക്കുവാണ്. ആ ചിക്കൻ വറുത്ത എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, നമ്മൾ ഇഞ്ചിയൊക്കെ ആവശ്യത്തിന് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയും മതി. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും. അതൊന്നൊരു പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇട്ടപ്പോഴത്തെ അപ്പോൾ തക്കാളി ഇടാം. തക്കാളി നമ്മളൊരു 8 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്. ഇതിനകത്ത് നമ്മളിനി ഇട്ട് കൊടുക്കേണ്ട വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി നമ്മൾ മാരിനേറ്റ് ചെയ്ത് ആ മസാല ഉണ്ടല്ലോ, നമ്മൾ ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് തിളക്കണം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് തിളച്ചാൽ മതി. പിന്നെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ്, നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ, ആ പേസ്റ്റ്. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി. ഇത്രയും നാൾ റോജാൻ്റെ ദം ബിരിയാണിക്കകത്ത് നമ്മൾ പൊക്കോണ്ടിരുന്നത്. ഇച്ചിരി വെള്ളം കഴിച്ച് റോജൻ ബിസി ആയിപ്പോയി. നമ്മുടെ മസാല എല്ലാം റെഡി ആയി. നമ്മൾ നോക്ക്, എണ്ണയെല്ലാം തെളിഞ്ഞാൽ അടിപൊളിയായിട്ടില്ലേ.
സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മളത് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനെല്ലാം അതിനകത്തോട്ടിട്ട് മസാല ആക്കി എടുക്കും. അയ്യോ നിറച്ചുണ്ട് എന്തുവാ. ഓക്കെ, മസാലയെല്ലാം ഇട്ട് ചിക്കനെല്ലാം നമ്മൾ റെഡിയാക്കി. ഇനി വേവേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ 2 മിനിറ്റ് കിടന്നിട്ട് മസാല എല്ലാം ഒന്ന് പിടിക്കുമ്പോഴത്തേട്ട് അന്നേരം ഓഫ് ചെയ്യാം. എങ്ങനെയുണ്ട് ഇത് കുട്ടാ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. സലാഡ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അരിഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്ക്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനകത്തിപ്പോൾ തക്കാളിയായി, ക്യാരറ്റായി, പച്ചമുളക്, സവോള, നമ്മൾ കുക്കുംബർ ആഡ് ചെയ്യാണ്. അപ്പം എനിക്ക് ലാസ്റ്റ് ടൈമിൽ ജോലിയുള്ളൂ ഭയങ്കര സംഭവം. കാര്യം ഫൈനലി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാനിത് വന്നപ്പോഴത്തേന് ഇവരെല്ലാം സെറ്റപ്പ് ആക്കി. കട്ടിങ്ങിനുള്ള പരിപാടി മാത്രം എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. എല്ലാം എനിക്കാണോ? എല്ലാം എന്തൊക്കെ എല്ലാരും ഇവിടെ കുത്തിയിരിക്കുന്നേ? എന്താ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് ഫുഡ്? കഴിഞ്ഞ പ്രാവശ്യത്തെ ചോറും ദാലൊക്കെ ആയിരുന്നു അടിപൊളി. ഇതാണ് അടിപൊളി. എന്തുകൊണ്ടും ബിരിയാണി അടിപൊളി എന്ന് പറയൂ. ഹരിപ്രിയ ചേച്ചി എങ്ങനെയുണ്ട്? പപ്പേണ്ണ കോൺസെൻട്രേഷൻ കുറച്ചിട്ട് ഇങ്ങോട്ടും കൂടി നോക്കാം. ബിരിയാണി സൂപ്പറാ. എവിടെയാണ് എങ്ങനെയുണ്ട് നമ്മുടെ ഫുഡ് കഴിച്ചിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം പറ. റോഹിത്തും പറ. ഞാനൊന്ന് നോക്കട്ടെ. അടിപൊളിയായിരുന്ന എന്നു പറഞ്ഞാൽ എല്ലാവരെയും കഴിപ്പിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ കഴിക്കുക. ഫൈനലി
വെറൈറ്റി ബിരിയാണി ഉണ്ടായിരുന്നു. പൊടി ബിരിയാണി ഞാൻ കഴിച്ചു. സൂപ്പർ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ. ബൈ.